ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജനറൽ മോട്ടോഴ്സ് എന്ന കമ്പനിയെക്കുറിച്ചാണ്. അവരുടെ പ്രശസ്തമായ കാർ ബ്രാൻഡാണ് ഷെവർലെ. ഒരു കാലത്ത് ഇന്ത്യയിലെ നിരത്തുകളിൽ ഷെവർലെ കാറുകൾ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇന്ന് ആ കാറുകൾ പുതിയതായി വാങ്ങാൻ കിട്ടില്ല. എന്തുകൊണ്ടാണ് ഷെവർലെ ഇന്ത്യ വിട്ടു പോയത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. 1996-ലാണ് ജനറൽ മോട്ടോഴ്സ് ഓപ്പൽ എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഗുജറാത്തിലെ ഹാലോളിൽ അവർ ഒരു വലിയ ഫാക്ടറി തുടങ്ങി. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സുമായി ചേർന്നുള്ള സംരംഭമായിരുന്നു. ഓപ്പൽ ആസ്ട്ര, ഓപ്പൽ കോഴ്സ തുടങ്ങിയ കാറുകൾ അവർ പുറത്തിറക്കി. തുടക്കത്തിൽ ഈ കാറുകൾക്ക് നല്ല സ്വീകാര്യത ലഭിച്ചു. ആസ്ട്ര ഒരു പ്രീമിയം കാറായിരുന്നു. പക്ഷേ പിന്നീട് അവയുടെ വിൽപ്പന കുറഞ്ഞു. മെയിൻ്റനൻസ് ചിലവ് വളരെ കൂടുതലായിരുന്നു. സ്പെയർ പാർട്സുകൾക്ക് വലിയ വില നൽകണമായിരുന്നു. അതുകൊണ്ട് ജനറൽ മോട്ടോഴ്സ് ഒരു പുതിയ തന്ത്രം ആലോചിച്ചു. അങ്ങനെയാണ് 2003-ൽ ഷെവർലെ ഇന്ത്യയിൽ എത്തുന്നത്. ഷെവർലെ എന്നത് അമേരിക്കയിലെ വളരെ വലിയൊരു പേരാണ്. അവർ ആദ്യം കൊണ്ടുവന്നത് സുബാറു ഫോറസ്റ്റർ എന്ന വാഹനമാണ്. അതിന് ഷെവർലെ ബാഡ്ജ് നൽകി ഷെവർലെ ഫോറസ്റ്റർ എന്ന പേരിൽ വിൽക്കുകയായിരുന്നു. അതൊരു മികച്ച വാഹനമായിരുന്നു. നല്ല 4-വീൽ ഡ്രൈവ് സിസ്റ്റം അതിലുണ്ടായിരുന്നു. പിന്നീട് ഷെവർലെ ഓപ്ട്ര എന്ന പ്രീമിയം സെഡാൻ വന്നു. ഹോണ്ട സിറ്റി പോലെയുള്ള കാറുകൾക്ക് വലിയൊരു എതിരാളിയായിരുന്നു ഓപ്ട്ര. അത് ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മികച്ച ഡിസൈൻ അതിനുണ്ടായിരുന്നു. എന്നാൽ ഷെവർലെയുടെ തലവര മാറ്റിയത് മറ്റൊരു വാഹനമാണ്. അതാണ് ഷെവർലെ ടവേര. 2004-ലാണ് ടവേര ഇന്ത്യയിൽ എത്തിയത്. അതൊരു മൾട്ടിപർപ്പസ് വാഹനമായിരുന്നു. ടൊയോട്ട ക്വാളിസിന് ഒരു വലിയ എതിരാളിയായി ടവേര മാറി. മഹീന്ദ്ര സ്കോർപിയോയും ആ സമയത്ത് വിപണിയിൽ ഉണ്ടായിരുന്നു. എങ്കിലും ടവേര അതിൻ്റെതായ സ്ഥാനം കണ്ടെത്തി. അതിൽ ധാരാളം സ്പേസ് ഉണ്ടായിരുന്നു. 10 പേർക്ക് വരെ ഇരിക്കാവുന്ന മോഡലുകൾ ഉണ്ടായിരുന്നു. ടാക്സി ഡ്രൈവർമാർക്ക് ടവേര വളരെ പ്രിയപ്പെട്ടതായി മാറി. മൈലേജ് വളരെ മികച്ചതായിരുന്നു. ക്വാളിസ് നിർത്തിയപ്പോൾ ആ സ്ഥാനം ടവേര സ്വന്തമാക്കി. ടവേരയുടെ വിജയത്തിന് ശേഷം ഷെവർലെ കൂടുതൽ കാറുകൾ ഇറക്കി. ചെറിയ കാറുകളുടെ മാർക്കറ്റ് അവർ ലക്ഷ്യം വെച്ചു. മാരുതി ആൾട്ടോ പോലെയുള്ള കാറുകൾക്ക് എതിരാളികളെ വേണമായിരുന്നു. അങ്ങനെയാണ് സ്പാർക്ക് എന്ന വാഹനം വരുന്നത്. കൊറിയൻ കമ്പനിയായ ദൈവു ജനറൽ മോട്ടോഴ്സ് വാങ്ങിയിരുന്നു. ദൈവുവിന്റെ മാറ്റിസ് എന്ന കാറാണ് സ്പാർക്കായി മാറിയത്. സ്പാർക്കിന് നല്ല ഡിസൈൻ ഉണ്ടായിരുന്നു. വിലയും കുറവായിരുന്നു. അതുകൊണ്ട് അത് നന്നായി വിറ്റുപോയി. പിന്നീട് അവർ ഷെവർലെ ബീറ്റ് കൊണ്ടുവന്നു. വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ ആയിരുന്നു ബീറ്റിന്റേത്. ചെറുപ്പക്കാർക്ക് ആ കാർ വളരെ ഇഷ്ടമായി. അതിന് മികച്ച മൈലേജ് ഉണ്ടായിരുന്നു. 2008-ൽ മഹാരാഷ്ട്രയിലെ തലേഗാവിൽ അവർ പുതിയ ഒരു ഫാക്ടറി കൂടി തുടങ്ങി. അവിടെയാണ് ബീറ്റിന്റെ ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കിയത്. പ്രീമിയം കാറുകളുടെ സെഗ്മെന്റിലും അവർ പുതിയ മോഡലുകൾ ഇറക്കി. ഷെവർലെ ക്രൂസ് അതിൽ പ്രധാനമാണ്. അതൊരു ഡീസൽ റോക്കറ്റ് എന്നാണ് അറിയപ്പെട്ടത്. വളരെ കരുത്തുള്ള ഒരു എഞ്ചിനായിരുന്നു അതിലുണ്ടായിരുന്നത്. ഹോണ്ട സിവിക്, ടൊയോട്ട കൊറോള എന്നിവയ്ക്ക് ക്രൂസ് വലിയ ഭീഷണിയായി. ക്യാപ്റ്റിവ എന്നൊരു SUV മോഡലും അവർ ഇറക്കി. ടൊയോട്ട ഫോർച്യൂണർ പോലെയുള്ള വാഹനങ്ങളോടാണ് ക്യാപ്റ്റിവ മത്സരിച്ചത്. ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ ഷെവർലെ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയത്. 1,00,000-ലധികം കാറുകൾ അവർ ഒരു വർഷം വിറ്റു. അവർ ഇന്ത്യയിൽ ഒരു വലിയ കമ്പനിയായി മാറുമെന്ന് എല്ലാവരും കരുതി. പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഷെവർലെ വലിയ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി. ഒന്നാമത്തെ കാരണം അവരുടെ തീരുമാനങ്ങളായിരുന്നു. ഇന്ത്യൻ ഉപഭോക്താക്കളെ അവർക്ക് മനസ്സിലായില്ല. ഇന്ത്യക്കാർക്ക് കുറഞ്ഞ വിലയിൽ നല്ല കാറുകൾ വേണം. പക്ഷേ കാറുകളുടെ ഗുണനിലവാരം കുറയാൻ പാടില്ല. ജനറൽ മോട്ടോഴ്സ് ചൈനീസ് കമ്പനിയായ സായിക് മോട്ടോഴ്സുമായി സഹകരിച്ചു. സായിക് മോട്ടോഴ്സിന്റെ വില കുറഞ്ഞ ചൈനീസ് കാറുകൾ അവർ ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഷെവർലെ സെയിൽ UV-A, എൻജോയ് എന്നീ കാറുകൾ അതിന് ഉദാഹരണമാണ്. മാരുതി ഡിസയർ കാറിനോട് മത്സരിക്കാനാണ് സെയിൽ കൊണ്ടുവന്നത്. മാരുതി എർട്ടിഗയ്ക്കെതിരെയാണ് എൻജോയ് കൊണ്ടുവന്നത്. പക്ഷേ ഈ കാറുകൾക്ക് ഗുണനിലവാരം വളരെ കുറവായിരുന്നു. ഇന്ത്യൻ ഉപഭോക്താക്കൾ ഈ കാറുകളെ തള്ളിക്കളഞ്ഞു. അവർക്ക് ചൈനീസ് കാറുകൾ ഷെവർലെ ബാഡ്ജിൽ വേണ്ടായിരുന്നു. ഈ കാറുകൾ വലിയ പരാജയമായി മാറി. രണ്ടാമത്തെ കാരണം അവരുടെ സർവീസ് ആയിരുന്നു. ഷെവർലെ കാറുകളുടെ സ്പെയർ പാർട്സുകൾക്ക് വലിയ വിലയായിരുന്നു. അവ കിട്ടാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു. സർവീസ് സെന്ററുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. മറ്റ് കമ്പനികൾ സർവീസ് മികച്ചതാക്കിയപ്പോൾ ഷെവർലെ അതിൽ പരാജയപ്പെട്ടു. ഉപഭോക്താക്കൾക്ക് ഈ കമ്പനിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ പഴയ കാറുകൾക്ക് പകരം പുതിയ ടെക്നോളജി കൊണ്ടുവന്നില്ല. പഴയ കാറുകൾ തന്നെ വർഷങ്ങളോളം വിൽക്കാൻ ശ്രമിച്ചു. മൂന്നാമത്തെ കാരണം അവരുടെ മാനേജ്മെന്റ് ആണ്. 21 വർഷത്തെ ചരിത്രത്തിൽ 9 തവണ അവർ CEO-യെ മാറ്റി. അവർക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഉദ്യോഗസ്ഥരെ മാറ്റി. മാരുതിയെ പോലുള്ള കമ്പനികൾ ഒരേ നേതൃത്വത്തിൽ വർഷങ്ങളോളം മുന്നോട്ട് പോയി. ഷെവർലേക്ക് ഇന്ത്യയിൽ ഒരു ലോങ് ടൈം സ്ട്രാറ്റജി ഇല്ലായിരുന്നു. മാനേജ്മെന്റ് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ എടുത്തു. ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ ഷെവർലേക്ക് വലിയൊരു തിരിച്ചടി കിട്ടി. അത് ഇന്ത്യയിൽ ഏറ്റവും വലിയ മലിനീകരണ വിവാദമായിരുന്നു. 2013-ലാണ് ഇത് പുറത്തു വന്നത്. ടവേര കാറുകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വലിയ തട്ടിപ്പ്. സർക്കാരിന്റെ മലിനീകരണ നിയമങ്ങൾ ടവേരയ്ക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. പുതിയ എമിഷൻ നിയമങ്ങൾ വന്നപ്പോൾ ടവേരയുടെ എഞ്ചിൻ അതിന് അനുയോജ്യമല്ലായിരുന്നു. പക്ഷേ ഷെവർലെ ഉദ്യോഗസ്ഥർ ഒരു വലിയ ചതി ചെയ്തു. പരിശോധനയ്ക്ക് അയക്കുന്ന കാറുകളിൽ മാത്രം അവർ കൃത്രിമം കാണിച്ചു. നേരത്തെ പാസ്സായ എഞ്ചിനുകൾ അവർ പുതിയ കാറുകളിൽ വെച്ചു. കൂടാതെ കാറുകളുടെ ഭാരത്തിലും അവർ മാറ്റം വരുത്തി. അങ്ങനെ തെറ്റായ രീതിയിൽ അവർ സർട്ടിഫിക്കറ്റ് വാങ്ങി. സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ ഈ തട്ടിപ്പ് കണ്ടുപിടിച്ചു. ഇതൊരു വലിയ വാർത്തയായി മാറി. ഇന്ത്യൻ ഗവൺമെന്റ് വലിയ പിഴ ചുമത്തി. കമ്പനിയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു. 2005 മുതൽ വിറ്റ 1,00,000-ലധികം ടവേര കാറുകൾ അവർ തിരിച്ചു വിളിച്ചു.
ജനറൽ മോട്ടോഴ്സ് അമേരിക്കയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ അയച്ചു. അവർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. ഈ തട്ടിപ്പിൽ പങ്കുള്ള 25 ഉന്നത ഉദ്യോഗസ്ഥരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. അന്നത്തെ സിഇഒ ആയിരുന്ന കാൾ സ്ലിമ്മിന് പോലും ജോലി നഷ്ടപ്പെട്ടു. ഈ ഒറ്റ സംഭവം ഷെവർലെയുടെ പേര് പൂർണ്ണമായും നശിപ്പിച്ചു. ഇതൊരു വലിയ കോർപ്പറേറ്റ് തട്ടിപ്പായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഉപഭോക്താക്കൾ ടവേര വാങ്ങുന്നത് പൂർണ്ണമായും നിർത്തി. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ മാത്രമല്ല ഷെവർലെ നിർത്തുവാൻ കാരണം. ജനറൽ മോട്ടോഴ്സ് ലോകമെമ്പാടും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടായിരുന്നു. 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ അവർ പാപ്പരാകുന്ന അവസ്ഥയിലെത്തി. അമേരിക്കൻ ഗവൺമെന്റാണ് അന്ന് അവരെ സഹായിച്ചത്. പിന്നീട് മേരി ബാര എന്ന വനിത ജനറൽ മോട്ടോഴ്സിന്റെ സിഇഒ ആയി വന്നു. അവർ കമ്പനിയുടെ നയങ്ങൾ മുഴുവൻ മാറ്റിമറിച്ചു. ലാഭമില്ലാത്ത മാർക്കറ്റുകളിൽ നിന്ന് പിന്മാറാൻ അവർ തീരുമാനിച്ചു. ഇന്ത്യയിൽ അവർ ആയിരക്കണക്കിന് കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. പക്ഷേ അവർക്ക് ലാഭം കിട്ടിയില്ല. ഇന്ത്യൻ മാർക്കറ്റ് വളരെ വലുതാണ്. ലോകത്തിലെ 5ാമത്തെ വലിയ വാഹന വിപണിയാണ് ഇന്ത്യ. പക്ഷേ ഇവിടെ മത്സരം വളരെ കടുത്തതാണ്. മാരുതിയും ഹുണ്ടായിയും ഇവിടെ വലിയ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. കൂടുതൽ പണം ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ട് കാര്യമില്ലെന്ന് മേരി ബാര മനസ്സിലാക്കി. വിപണി വിഹിതത്തേക്കാൾ ലാഭത്തിനാണ് അവർ മുൻഗണന നൽകിയത്. അവർ യൂറോപ്പിലെ ബിസിനസ് പൂർണ്ണമായും വിറ്റു. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അവർ പിന്മാറി. ഓസ്ട്രേലിയയിലെ ഹോൾഡൻ ബ്രാൻഡ് അവർ നിർത്തി. വലതുവശത്ത് സ്റ്റീറിംഗ് ഉള്ള കാറുകളുടെ നിർമ്മാണം അവർ കുറച്ചു. ഈ ആഗോള മാറ്റങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും പിന്മാറാൻ അവർ തീരുമാനിച്ചു. 2017 ജനറൽ മോട്ടോഴ്സ് ആ വലിയ പ്രഖ്യാപനം നടത്തി. ഇന്ത്യയിൽ ഇനി ഷെവർലെ കാറുകൾ വിൽക്കില്ല എന്ന് അവർ പറഞ്ഞു. ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് അത് വലിയ ഞെട്ടലായി. പഴയ കാറുകളുടെ വില വലിയ തോതിൽ കുറഞ്ഞു. സ്പെയർ പാർട്സുകൾ കിട്ടുമോ എന്ന് ആളുകൾ ഭയന്നു. ഡീലർമാർ അവരുടെ ഷോറൂമുകൾ അടച്ചുപൂട്ടി. സർവീസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇല്ലാതായി. 2017 തന്നെ അവർ ഗുജറാത്തിലെ ഹാലോൾ ഫാക്ടറി അടച്ചു. അവസാനമായി അവിടെ നിന്നിറങ്ങിയ വാഹനം ഒരു ഷെവർലെ ടവേരയായിരുന്നു. ആ ഫാക്ടറി അവർ ചൈനീസ് കമ്പനിയായ സായിക് മോട്ടോഴ്സിന് വിറ്റു. സായിക് മോട്ടോഴ്സ് പിന്നീട് അവിടെ MG മോട്ടോർ എന്ന പേരിൽ കാറുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഷെവർലെയുടെ ഒരു അധ്യായം അവിടെ അവസാനിച്ചു. കാറുകളുടെ വിൽപ്പന നിർത്തിയെങ്കിലും ജനറൽ മോട്ടോഴ്സ് ഇന്ത്യ പൂർണ്ണമായും വിട്ടിരുന്നില്ല. മഹാരാഷ്ട്രയിലെ തലേഗാവ് ഫാക്ടറി അവർ നിലനിർത്തി. അവിടെ അവർ ഷെവർലെ ബീറ്റ് കാറുകൾ നിർമ്മിച്ചു. ഈ കാറുകൾ അവർ മെക്സിക്കോ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു. ഇന്ത്യയിൽ വിൽക്കുന്നില്ലെങ്കിലും കയറ്റുമതിയിലൂടെ അവർ ഫാക്ടറി പ്രവർത്തിപ്പിച്ചു. പക്ഷേ ആ പദ്ധതിയോടും അവർക്ക് പിന്നീട് താല്പര്യം ഇല്ലാതായി. 2020 തലേഗാവ് ഫാക്ടറിയും അടച്ചുപൂട്ടാൻ അവർ തീരുമാനിച്ചു. ഈ ഫാക്ടറി ഗ്രേറ്റ് വാൾ മോട്ടോഴ്സ് എന്ന ചൈനീസ് കമ്പനിക്ക് വിൽക്കാൻ അവർ കരാറുണ്ടാക്കി. 2000 പരം കോടി രൂപയുടെ കരാറായിരുന്നു അത്. കരാർ ഒപ്പിട്ട ശേഷം ഫാക്ടറിയിലെ ഉൽപാദനം അവർ പൂർണ്ണമായും നിർത്തി. ജീവനക്കാരെ പിരിച്ചുവിടാൻ തുടങ്ങി. എന്നാൽ അവിടെയും കാര്യങ്ങൾ അവർ വിചാരിച്ച പോലെ നടന്നില്ല. 2020 ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഗൽവാൻ താഴ്വരയിൽ ഇന്ത്യൻ പട്ടാളക്കാരും ചൈനീസ് പട്ടാളക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. നമ്മുടെ 20 ധീര ജവാന്മാർ അവിടെ വീരമൃത്യു വരിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ചൈനീസ് നിക്ഷേപങ്ങൾക്ക് വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ചൈനയിൽ നിന്നുള്ള ഏതൊരു കമ്പനിയും ഇന്ത്യയിൽ നിക്ഷേപിക്കണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം എന്ന നിയമം വന്നു. ജനറൽ മോട്ടോഴ്സ് തലേഗാവ് ഫാക്ടറി വിൽക്കാൻ ഗവൺമെന്റിന്റെ അനുമതിക്കായി കാത്തിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗവൺമെന്റ് ആ അനുമതി നൽകിയില്ല. മഹാരാഷ്ട്ര ഗവൺമെന്റും ഈ ഇടപാടിന് തടസ്സം നിന്നു. അതുകൊണ്ട് ഗ്രേറ്റ് വാൾ മോട്ടോഴ്സിന് ആ ഫാക്ടറി വാങ്ങാൻ കഴിഞ്ഞില്ല. ജനറൽ മോട്ടോഴ്സ് വലിയ പ്രതിസന്ധിയിലായി. അവരുടെ കയ്യിൽ പണമില്ലാതായി. ഇതിനിടയിൽ തലേഗാവ് ഫാക്ടറിയിലെ ജീവനക്കാർ കോടതിയിൽ പോയി. 1000-ഓളം വരുന്ന തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു. തങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം കിട്ടിയില്ല എന്ന് അവർ പറഞ്ഞു. ഫാക്ടറി അടച്ചുപൂട്ടാൻ ഗവൺമെന്റ് അനുമതി നൽകിയില്ല. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഗവൺമെന്റ് ജനറൽ മോട്ടോഴ്സിനോട് ആവശ്യപ്പെട്ടു. ജോലി ചെയ്യാത്തവർക്ക് എങ്ങനെ ശമ്പളം നൽകുമെന്ന് കമ്പനി ചോദിച്ചു. കമ്പനിയും തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നം വളരെ വഷളായി. മഹാരാഷ്ട്ര ഗവൺമെന്റും കമ്പനിക്കെതിരായി നിന്നു. തൊഴിലാളി യൂണിയൻ വലിയ സമരങ്ങൾ നടത്തി. ഇന്ത്യയിലെ നിയമങ്ങൾ വളരെ കർശനമാണ്. 100 പേരിൽ കൂടുതലുള്ള ഒരു ഫാക്ടറി പൂട്ടണമെങ്കിൽ ഗവൺമെന്റ് അനുമതി നിർബന്ധമാണ്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഒരു പ്രത്യേക നിയമം ഉപയോഗിച്ച് തൊഴിലാളികളെ പിരിച്ചുവിടാൻ കമ്പനി ശ്രമിച്ചു. അത് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് കാരണമായി. അമേരിക്കൻ സർക്കാരും ഇന്ത്യൻ സർക്കാരും തമ്മിൽ ഈ വിഷയം സംസാരിച്ചു. എന്നിട്ടും ഒരു പരിഹാരം ഉണ്ടായില്ല. ഗ്രേറ്റ് വാൾ മോട്ടോഴ്സ് ഈ ഇടപാടിൽ നിന്നും പൂർണ്ണമായും പിന്മാറി. അവസാനം തലേഗാവ് ഫാക്ടറി അവിടെ വെറുതെ കിടക്കുന്ന അവസ്ഥയായി. 2023 ഹുണ്ടായ് മോട്ടോർ ഇന്ത്യ തലേഗാവ് ഫാക്ടറി വാങ്ങിച്ചു. ജനറൽ മോട്ടോഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായിരുന്നു. അവർ വിചാരിച്ചത് അവരുടെ വലിയ പേര് മാത്രം മതി ഇന്ത്യയിൽ വിജയിക്കാൻ എന്നാണ്. പക്ഷേ ഇന്ത്യയിലെ ഉപഭോക്താക്കൾ വളരെ വ്യത്യസ്തരാണ്. അവർക്ക് പണത്തിന്റെ മൂല്യം വളരെ പ്രധാനമാണ്. മികച്ച സർവീസും കുറഞ്ഞ ചിലവും അവർ ആഗ്രഹിക്കുന്നു. ഒരു കമ്പനി ഉപഭോക്താക്കളെ പറ്റിച്ചാൽ അവർ അതൊരിക്കലും മറക്കില്ല. ടവേര വിവാദം ഷെവർലേക്ക് വലിയൊരു പാഠമായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ നിയമങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും വിദേശ കമ്പനികൾക്ക് പലപ്പോഴും മനസ്സിലാകില്ല. മാരുതി, സുസുക്കി, ഹുണ്ടായി പോലെയുള്ള കമ്പനികൾ ഇന്ത്യയെ പഠിച്ചു. അവർ ഇന്ത്യക്കാർക്ക് വേണ്ട കാറുകൾ ഉണ്ടാക്കി. അവർ സർവീസ് മികച്ചതാക്കി. അതുകൊണ്ട് അവർ വിജയിച്ചു. ജനറൽ മോട്ടോഴ്സ് അത് ചെയ്യാൻ മറന്നു. അവർ അമേരിക്കൻ രീതികൾ ഇവിടെ പ്രയോഗിക്കാൻ ശ്രമിച്ചു. ചൈനീസ് കാറുകൾ കൊണ്ടുവന്ന് ആളുകളെ കബളിപ്പിക്കാൻ നോക്കി. അവസാനം അവർക്ക് വലിയ നഷ്ടത്തോടെ ഇവിടെ നിന്നും മടങ്ങേണ്ടി വന്നു. ഇന്ത്യൻ വാഹന വിപണി വളരെ കടുത്ത ഒന്നാണ്. ഫോർഡ് മോട്ടോഴ്സ് പോലെയുള്ള മറ്റു പല കമ്പനികളും ഇന്ത്യ വിട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഷെവർലെയുടെ കഥ കുറച്ചുകൂടി സങ്കടകരമാണ്.
അവർക്ക് നല്ല കാറുകൾ ഉണ്ടായിരുന്നു. ക്രൂസ് ബീറ്റ് പോലെയുള്ള കാറുകൾ ഇന്നും ആളുകൾ ഇഷ്ടപ്പെടുന്നു. കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കിവിടെ വലിയൊരു കമ്പനിയായി തുടരാമായിരുന്നു. തെറ്റായ തീരുമാനങ്ങൾ, മോശം സർവീസ്, വലിയ തട്ടിപ്പുകൾ, ആഗോള സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചേർന്നാണ് ഷെവർലെയെ ഇല്ലാതാക്കിയത്. ഒരു ബ്രാൻഡ് എങ്ങനെ പരാജയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനറൽ മോട്ടോഴ്സിന്റെ ഇന്ത്യയിലെ ചരിത്രം. ഷെവർലെ ഇന്ത്യ വിട്ടത് അവരുടെ മാത്രം തെറ്റുകൾ കൊണ്ടാണ്. അതൊരു നഷ്ടപ്പെട്ട അവസരമാണ്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.